ഹായ് എല്ലാവർക്കും CIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 മെയ് മാസത്തെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. രാജ്യസഭയുടെ പുതിയ ഹർജി കമ്മിറ്റി ചെയർമാനാണ് രാഘവ് ചദ്ദ. രാജ്യസഭയുടെ പുതിയ ഹർജി കമ്മിറ്റി ചെയർമാൻ രാഘവ് ചദ്ദ. ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിതനായത് അപ്പു ജോൺ ജോസഫ്. ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിതനായത് അപ്പു ജോൺ ജോസഫ് ആണ്. കേരളത്തിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് അഡ്വക്കേറ്റ് KC വിൻസെന്റ് ആണ്. കേരളത്തിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് അഡ്വക്കേറ്റ് KC വിൻസെന്റ് ആണ്. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു ആണ് അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതായത് DGP ആണ് T ആസഫ് അലി. 3 അപ്പോയിന്റ്മെന്റ്സ് ആണ് പറഞ്ഞത്. കേരളത്തിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് KC വിൻസെന്റ്, അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആണ് KC വിൻസെന്റ്. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണ് T ആസഫ് അലി. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണ് T ആസഫ് അലി. രാജ്യസഭയുടെ പുതിയ ഹർജി കമ്മിറ്റി ചെയർമാന് രാഘവ് ചദ്ദയാണ്. രാജ്യസഭയുടെ പുതിയ ഹർജി കമ്മിറ്റി ചെയർമാന് രാഘവ് ചദ്ദ. ഗവൺമെന്റ് ചീഫ് വിപ്പാണ് അപ്പു ജോൺ ജോസഫ്. ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. നമ്മൾ പഠിച്ചത് 5 വ്യക്തികളെ കുറിച്ചാണ് പഠിച്ചത്. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതായത് DGP ആണ് T ആസഫ് അലി. DGP T ആസഫ് അലിയാണ്. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ KC വിൻസെന്റ്. ഇനി രാജ്യസഭയുടെ പുതിയ ഹർജി കമ്മിറ്റി ചെയർമാന് രാഘവ് ചദ്ദയാണ്. ഗവൺമെന്റ് ചീഫ് വിപ്പായി നിയമിതനായത് അപ്പു ജോൺ ജോസഫ്. ഗവൺമെന്റ് ചീഫ് വിപ്പ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ലിവ് ഇൻ ബന്ധങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഏകീകരിക്കാനും ലളിതമാക്കാനുമായി 2026 മെയ്യിൽ ഏക സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ആസാം. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ലിവ് ഇൻ ബന്ധങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ഏകീകരിക്കുവാനും ലളിതമാക്കാനുമായി 2026 മെയ്യിൽ ഏക സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ച സ്റ്റേറ്റ് ആണ് ആസാം. ബില്ല് സമർപ്പിച്ചത് അതുൽ ബോറയാണ്. ആസാമിന്റെ മുഖ്യമന്ത്രി ആരാ? അത് ഹെമന്ത് ബിശ്വ ശർമ്മയാണ്. ആസാം മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വ ശർമ്മയാണ്. ഓക്കെ, ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യമാണ് ഇന്ത്യ. ആദ്യ രാജ്യം ചൈനയാണ്. ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. 2ാം സ്ഥാനമാണ് ഇന്ത്യ. 3ാമത്തെ രാജ്യമാണ് അമേരിക്ക. അപ്പൊ ചൈന, ഇന്ത്യ, അമേരിക്ക. ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ആദ്യ രാജ്യം ഇതാണ് ചൈനയാണ്. രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യ. 3ാമത്തെ രാജ്യമാണ് അമേരിക്ക. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച മലയാളിയായ മിച്ചിലോട്ട് മാധവന്റെ കഥ സിനിമ സംവിധാനം ചെയ്യുന്നത് സലീം അഹമ്മദാണ്. ഇതിന്റെ രചന TD രാമകൃഷ്ണൻ ജിംഷിയാണ് രചന നിർവഹിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് നാസികൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച മലയാളികളായ മിച്ചിലോട്ട് മാധവന്റെ കഥ പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് സലീം അഹമ്മദാണ്. കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂലി നൈപ്പ് ബ്രൗൺ ആണ്. കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ജൂലി നൈപ്പ് ബ്രൗണിനാണ് കേരള മീഡിയ അക്കാദമിയുടെ ഈ വർഷത്തെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. 2026 മിസ് ക്വീൻ കേരള കിരീട ജേതാവാണ് നിധിക സോനു അഗസ്റ്റിൻ. 2026 മിസ് ക്വീൻ കേരള കിരീട ജേതാവ് നിധിക സോനു അഗസ്റ്റിനാണ്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനാണ് രോഹിത് രാജ്പാല്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷനാണ് രോഹിത് രാജ്പാല്. 2026 ജർമ്മൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ബയൺ മ്യൂണിക്ക്. 2026 ജർമ്മൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കള് ബയൺ മ്യൂണിക്കാണ്. 2026 മെയ്യിൽ ക്രിക്കറ്റ് മത്സരത്തിനിടെ ഹൃദയാഘാതം മൂലം അന്തരിച്ച കർണാടകയുടെ മുൻ രഞ്ജി ട്രോഫി താരമാണ് SL അക്ഷയ് ആണ് അന്തരിച്ചത്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷൻ രോഹിത് രാജ്പാലാണ്. ജർമ്മൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളായ 2026 ബയൺ മ്യൂണിക്കാണ് ജർമ്മൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കള്. 2026 മെയ് 27 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 69ാമത് ചരമവാർഷികമാണ്. നെഹ്റു അന്തരിച്ച ഡേറ്റ് 1964 മെയ് 27 അന്തരിച്ചത്. എത്രാമത് ചരമവാർഷികമാണ്? 69ാമത് ചരമവാർഷികമാണ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ 26ാമത് അംഗരാജ്യമായിട്ട് മാറിയ രാജ്യമാണ് സൗദി അറേബ്യ. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന്റെ 26ാമത് അംഗരാജ്യമായിട്ട് മാറിയ രാജ്യം സൗദി അറേബ്യയാണ്. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് പുനർജ്വാല. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ പ്രവർത്തനക്ഷമവും ലാഭകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ
കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് പുനർജ്വാല. ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റവും അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ രൂപീകരിച്ച ഉന്നതതല സമിതി അധ്യക്ഷനാണ് റിട്ടയർഡ് ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവലേക്കർ. റിട്ടയർഡ് ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവലേക്കറാണ് ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റവും അസ്വാഭാവിക ജനസംഖ്യാ മാറ്റങ്ങളും പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ രൂപീകരിച്ച ഉന്നതതല സമിതി അധ്യക്ഷനാണ് പ്രകാശ് പ്രഭാകർ നവലേക്കർ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ തന്നെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ സൈന്യം കമാൻഡ് ഇന്റലിജൻസിനും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനുമായിട്ട് വികസിപ്പിച്ച രണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കൗടില്യ ആൻഡ് ക്യൂ ഫോഴ്സ് ആണ്. ഇന്ത്യൻ സൈന്യം കമാൻഡ് ഇന്റലിജൻസിനും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിനുമായിട്ട് വികസിപ്പിച്ച രണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കൗടില്യ ആൻഡ് ക്യൂ ഫോഴ്സ്. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോട് അനുബന്ധിച്ച് 75 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയ രാജ്യമാണ് പാകിസ്ഥാൻ. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75 രൂപയുടെ സ്മാരക നാണയം പുറത്തിറക്കിയ രാജ്യം പാകിസ്ഥാനാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണക്കായി ആലിൻ എന്ന ബ്രാൻഡിൽ നോട്ട്ബുക്ക് പുറത്തിറക്കിയ സ്ഥാപനമാണ് സപ്ലൈകോ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണക്കായി ആലിൻ എന്ന ബ്രാൻഡിൽ നോട്ട്ബുക്ക് പുറത്തിറക്കിയ സ്ഥാപനമാണ് സപ്ലൈകോ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് അനൂപ് ജേക്കബ്. ഇന്ത്യ AI മിഷന്റെ സ്റ്റാർട്ടപ്പ് ഫിനാൻസിംഗ് പില്ലറിന് കീഴിൽ ഭരണാനുമതി ലഭിച്ച മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരവും കൊച്ചിയിലുമാണ്. ഇന്ത്യ AI മിഷന്റെ സ്റ്റാർട്ടപ്പ് ഫിനാൻസിംഗ് പില്ലറിന് കീഴിൽ ഭരണാനുമതി ലഭിച്ച മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരം കൊച്ചിയുമാണ്. അടുത്തിടെ ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന പേരിൽ പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിലെ ഒരു വലിയ ഗാലക്സി കൂട്ടം കണ്ടെത്തിയ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ റൊണാൾഡോ ലൈസ്റാം. ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന പേരിൽ പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിലെ ഒരു വലിയ ഗാലക്സി കൂട്ടം കണ്ടെത്തിയ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ റൊണാൾഡോ ലൈസ്റാം. അന്തരിച്ച പ്രശസ്ത പുരാവസ്തു ഗവേഷകയും ചരിത്രകാരിയുമായ വ്യക്തിയാണ് ഷെറിൻ രത്നാകർ. ഏത് മേഖലയിൽ പ്രശസ്തരായ വ്യക്തിയാണ്? പുരാവസ്തു ഗവേഷകയും ചരിത്രകാരിയുമായ വ്യക്തിയാണ് ഷെറിൻ രത്നാകർ. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് ആരംഭിച്ച പുതിയ പദ്ധതിയായ പ്രൊജക്ട് 0 പ്രകാരം അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം 5000 രൂപയാണ്. അഴിമതിരഹിത കേരളം ലക്ഷ്യമിട്ട് ആരംഭിച്ച പുതിയ പദ്ധതിയായ പ്രൊജക്ട് 0 പ്രകാരം അഴിമതി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്ന പൊതുജനങ്ങൾക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം 5000 രൂപയാണ്. അടുത്തിടെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയ ദണ്ഡോവാല ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയ ദണ്ഡേവാല ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അപൂർവ ധാതുക്കളുടെ വിതരണം, ഖനനം, സംസ്കരണം എന്നിവക്കായിട്ട് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ട രാജ്യമാണ് അമേരിക്ക. സെമി കണ്ടക്ടറുകൾ, ബാറ്ററികൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അപൂർവ ധാതുക്കളുടെ വിതരണം, ഖനനം, സംസ്കരണം എന്നിവയ്ക്കായിട്ട് ഇന്ത്യയുമായിട്ട് കരാർ ഒപ്പിട്ട രാജ്യമാണ് അമേരിക്ക. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദി അഹമ്മദാബാദാണ്. ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് അഹമ്മദാബാദ്. ഓക്കെ, നെക്സ്റ്റ് ഡേ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ ബോർഡ് അടുത്തിടെ അനുമതി നൽകിയ റൂട്ടാണ് ജിന്ദ് സോനിപത്ത്. ഹരിയാനയിലാണ് ജിന്ദ് സോനിപത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ ബോർഡ് അടുത്തിടെ അനുമതി നൽകിയ റൂട്ട് എവിടെയാണ്? ജിന്ദ് ടു സോനിപട്ടാണ്, ഹരിയാനയില്. ഇതിന്റെ വേഗത 75 km/h ആണ്. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായ തെക്കേ അമേരിക്കൻ രാജ്യമാണ് ചിലി. 6.9 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായ തെക്കേ അമേരിക്കൻ രാജ്യം ചിലിയാണ്. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് മാറിയ രാജ്യമാണ് തായ്വാന്. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് മാറിയ രാജ്യം ഇതാണ്, തായ്വാന്. എന്നാൽ നോക്കാം ഫസ്റ്റ് 4 സ്ഥാനങ്ങള്. 1ാം സ്ഥാനം ഉള്ളത് അമേരിക്ക. വിപണി മൂല്യത്തിന്റെ അടിസ്ഥാന ഏറ്റവും വലിയ ഓഹരി വിപണിയായിട്ടുള്ള രാജ്യം ഇതാണ്, അമേരിക്കയാണ്. 2ാം സ്ഥാനമാണ് ചൈന. ഇനി ഇന്ത്യയുടെ സ്ഥാനമാണെങ്കിൽ അത് 6ാം സ്ഥാനം കേട്ടോ. ഇന്ത്യയുടെ 6ാം സ്ഥാനമാണ്.
വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായിട്ട് മാറിയ രാജ്യമാണ് തായ്വാന്. 1ാം സ്ഥാനം അമേരിക്കയും 2ാം സ്ഥാനം ചൈനയുമാണ്. ഇനി ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്റ്റേറ്റ് ഏതാ? അത് ഉത്തരാഖണ്ഡാണ്. 2ാമത്തെ സ്റ്റേറ്റ് ഗുജറാത്ത്, 3ാമത്തെ സ്റ്റേറ്റ് ആണ് ആസാം. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കേണ്ടത് 3ാമത്തെ സ്റ്റേറ്റ്, ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം ഏതാണെന്ന്. ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം ഏതാ? അത് ആസാം. ആദ്യ സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡും, 2ാമത് ഗുജറാത്തുമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ദക്ഷിണ റെയിൽവേയുടെ പുതിയ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമിതനായത് എൻ നരേനാണ്. ദക്ഷിണ റെയിൽവേയുടെ പുതിയ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമിതനായത് എൻ നരേനാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ പദ്ധതിയാണ് AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ പദ്ധതിയുടെ പേരാണ് AMCA. AMCയുടെ ഫുൾ ഫോം ആണ് അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ്. അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ നിർമ്മാണ പദ്ധതിയുടെ പേരാണ് AMCA. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് മേയിൽ അന്തരിച്ച ചുവന്ന താടി വേഷങ്ങളിലൂടെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കഥകളി കലാകാരനാണ് ഹരി ആർ നായർ. ഹരി ആർ നായരാണ് കഥകളി കലാകാരൻ. അപ്പൊ അന്തരിച്ച ഹരി ആർ നായർ ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? കഥകളി കലാകാരനാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിലെ റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ ഇടുപ്പും മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആശുപത്രിയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിലെ റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആശുപത്രിയാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കേരള നിയമസഭയിലെ BJP നിയമസഭാ കക്ഷി നേതാവായി നിയമിതനായത് BB ഗോപകുമാറാണ്. കേരള നിയമസഭയിലെ BJP നിയമസഭ കക്ഷി നേതാവായിട്ട് നിയമിതനായത് BB ഗോപകുമാർ. മണ്ഡലം ചാത്തന്നൂരാണ്. ചാത്തന്നൂർ മണ്ഡലത്തിലെ BB ഗോപകുമാറാണ് കേരള നിയമസഭയിൽ BJP നിയമസഭ കക്ഷി നേതാവായി നിയമിതനായത്. ഉപയോക്താക്കൾക്ക് വേണ്ടി ഇന്റർനെറ്റിലെ വിവരങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ച് അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഗൂഗിൾ അടുത്തിടെ അവതരിപ്പിച്ച AI സെർച്ച് ഫീച്ചറാണ് ഇൻഫർമേഷൻ ഏജൻസ്. ഉപയോക്താക്കൾക്ക് വേണ്ടി ഇന്റർനെറ്റിലെ വിവരങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ച് അപ്ഡേറ്റുകൾ നൽകുന്നതിനായി ഗൂഗിൾ അടുത്തിടെ അവതരിപ്പിച്ച AI സെർച്ച് ഫീച്ചറാണ് ഇൻഫർമേഷൻ ഏജൻസ്. ലോകത്തിലെ 2ാമത്തെ വലിയ മതിലാണ് കുംഭൽഗഡ് കോട്ട, രാജസ്ഥാന്. കുംഭൽഗഡ് കോട്ട രാജസ്ഥാനാണ്. വേൾഡിൽ തന്നെ 2ാമത്തെ വലിയ മതിൽ കുംഭൽഗഡ് കോട്ട രാജസ്ഥാനാണ്. ഇതിന്റെ നീളം 36 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ വൻമതിൽ എന്നറിയപ്പെടുന്നത് കുംഭൽഗഡ് കോട്ടയാണ്. കുംഭൽഗഡ് കോട്ട ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാനിലാണ്. 36 കിലോമീറ്റർ ആണ് ഈ കുംഭൽഗഡ് കോട്ടയുടെ നീളം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2013 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അന്തരിച്ച ലോക പ്രശസ്ത സാക്സോഫോൺ സംഗീതജ്ഞനാണ് സോണി റോളിൻസ്. സോണി റോളിൻസ് ആണ് അന്തരിച്ചത്. ലോക പ്രശസ്ത സാക്സോഫോൺ സംഗീതജ്ഞനാണ് സോണി റോളിൻസ്. രാജ്യത്തെ പൊതുവിതരണ സംവിധാനം നവീകരിക്കുന്നതിനും കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി AI, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ പുതിയ സ്കീം, അംബ്രല്ല സ്കീമിന്റെ പേരാണ് സാർത്ഥക് PDS. സാർത്ഥക് PDS രാജ്യത്തെ പൊതുവിതരണ സംവിധാനം നവീകരിക്കുന്നതിനും കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി AI, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ അംഗീകാരം നൽകിയ പുതിയ സ്കീം, അംബ്രല്ല സ്കീമിന്റെ പേരാണ് സാർത്ഥക് PDS. ബാലപീഡന വിവാദത്തിൽ ഉലഞ്ഞതോടെ നിയമ നടപടിക്ക് ഒരുങ്ങിയ ഭരണകൂടമാണ് പാരീസ്, ഫ്രാൻസ്. ബാലപീഡന വിവാദത്തിൽ ഉടഞ്ഞതോടെ നിയമ നടപടിക്ക് ഒരുങ്ങിയ ഭരണകൂടമാണ് പാരീസ്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയിലും നിർണായക ധാതുക്കളുടെ ഉപയോഗത്തിലും സഹകരണം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ക്വാഡ് കൂട്ടായ്മയുടെ ആദ്യ സംയുക്ത അടിസ്ഥാന വികസന പദ്ധതിയാണ് ഫിജി തുറമുഖത്തിൽ നടന്നത്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് അഹമ്മദാബാദിലെ ഏക അരീന ബൈ ട്രാൻസ് സ്റ്റേഡിയം. അഹമ്മദാബാദിലാണ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് അഹമ്മദാബാദാണ്. ഔദ്യോഗിക ചിഹ്നം V എന്ന പേരിട്ടിരിക്കുന്ന സിംഹമാണ് ഔദ്യോഗിക ചിഹ്നം. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള കൂറ്റൻ പ്രതിമ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത് കൊൽക്കത്തയിലെ ലേക്ക് ടൗണിലാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ 70 അടി ഉയരമുള്ള കൂറ്റൻ പ്രതിമ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത് കൊൽക്കത്തയിലെ ലേക്ക് ടൗണിലാണ്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നോ IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രശസ്ത സ്പിൻ ബോളറാണ് മുരുഗൻ അശ്വിൻ. മുരുഗൻ അശ്വിനാണ് ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നോ IPL നിന്നോ വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രശസ്ത സ്പിൻ ബോളറാണ് മുരുഗൻ അശ്വിൻ.
ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് DK ശിവകുമാറാണ്. കർണാടകയുടെ 18ാമത് മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് DK ശിവകുമാറാണ്. രാജിവെച്ച മുഖ്യമന്ത്രി ആരാ? കർണാടകയുടെ രാജിവെച്ച മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചുമതലയേറ്റത് ഡോക്ടർ കൗശികനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ചുമതലയേറ്റത് ഡോക്ടർ കൗശികനാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ RBI രൂപീകരിച്ചത് ക്യൂസേഫ്. RBI രൂപീകരിച്ചതാണ് ക്യൂസേഫ്. ഫുൾ ഫോം ക്വാണ്ടം സെക്യൂർ ആൻഡ് അഡാപ്റ്റീവ് ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം എന്നാണ് ഫുൾ ഫോം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉയർത്തുന്ന സൈബർ ഭീഷണികളിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ സംരക്ഷിക്കാൻ RBI രൂപീകരിച്ചത് ക്യൂസേഫ് എന്നാണ്. ക്വാണ്ടം സെക്യൂർ ആൻഡ് അഡാപ്റ്റീവ് ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം. നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായിട്ട് അടുത്തിടെ തെരഞ്ഞെടുത്ത പുതിയ ലൂണർ വാഹനമാണ് ക്രൂഡ് ലൂണാർ വെഹിക്കിൾ CLV-1. ആർട്ടമിസ് 3 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമിടുന്നത് 2028 കൂടിയാണ്. നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുത്ത പുതിയ ലൂണാർ വാഹനത്തിന്റെ പേരാണ് CLV-1, ക്രൂഡ് ലൂണാർ വെഹിക്കിൾ 1. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് M. മുകുന്ദൻ. 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് M. മുകുന്ദനാണ്. അടുത്തിടെ തമിഴ്നാട്ടിലെ ഗോവധം നിരോധിച്ച് ഉത്തരവിട്ട ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. തമിഴ്നാട്ടിലെ ഗോവധം നിരോധിച്ച് ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ്. ക്യൂൻ പൈനാപ്പിൾ മിഷൻ പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ഏതാ? ത്രിപുരയാണ്. ക്യൂൻ പൈനാപ്പിൾ മിഷൻ പദ്ധതി ആരംഭിച്ച സ്റ്റേറ്റ് ആണ് ത്രിപുര. ഇന്ത്യസ് ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് K. ആറുമുഖമാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് K. ആറുമുഖമാണ്. സംസ്ഥാനത്തെ ചെറുതും വളർന്നു വരുന്നതുമായ പട്ടണങ്ങളുടെ വികസനത്തിനായിട്ട് ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആദർശ് ഷഹർ സമൃദ്ധി യോജന. ആദർശ് ഷഹർ സമൃദ്ധി യോജന. സംസ്ഥാനത്തെ ചെറുതും വളർന്നു വരുന്നതുമായ പട്ടണങ്ങളുടെ വികസനത്തിനായിട്ട് ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആദർശ് ഷഹർ സമൃദ്ധി യോജന. ആദർശ് ഷഹർ സമൃദ്ധി യോജന എന്താണ്? സംസ്ഥാനത്തെ ചെറുതും വളർന്നു വരുന്നതുമായ പട്ടണങ്ങളുടെ വികസനത്തിനായിട്ട് ഛത്തീസ്ഗഡ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ പ്രഷർ ബലൂൺ അതായത് SPB വികസിപ്പിച്ചത് റെഡ് ബലൂൺ എയ്റോസ്പേസ് ആണ്. ഇന്ത്യയിലെ ആദ്യ തദ്ദേശീയ പ്രഷർ ബലൂൺ വികസിപ്പിച്ചത് റെഡ് ബലൂൺ എയ്റോസ്പേസ് ആണ്. ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആണ് അടുത്തിടെ കമ്മീഷൻ ചെയ്തത് ഗുജറാത്തിലെ ഖവ്ഡയിലാണ് കേട്ടോ. ഗുജറാത്തിലെ ഖവ്ഡയിലാണ് ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അടുത്തിടെ കമ്മീഷൻ ചെയ്തത് ഗുജറാത്തിലെ ഖവ്ഡയിലാണ്. വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ് സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏതാ? അത് തെലങ്കാനയാണ്. വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ് വൺ സ്റ്റോപ്പ് മൾട്ടി പർപ്പസ് യൂണിഫൈഡ് കാർഡ് സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച സ്റ്റേറ്റ് ഏതാണ്? തെലങ്കാനയാണ്. ചൈനയ്ക്ക് പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അടുത്തിടെ കമ്മീഷൻ ചെയ്തത് അത് ഗുജറാത്തിലാണ്. സ്വിറ്റ്സർലൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചെലവേറിയ രാജ്യമായിട്ട് മാറിയത് ഐസ്ലാൻഡാണ്. സ്വിറ്റ്സർലൻഡിനെ പിന്തള്ളിയിട്ട് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ രാജ്യമായിട്ട് മാറിയത് ഐസ്ലാൻഡാണ്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ തീരുമാനിച്ച GST എത്രയാണ്? അത് 28%. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ തീരുമാനിച്ച GST 28%. 2026 മെയിലെ യുദ്ധങ്ങളിലോ സായുധ സംഘർഷങ്ങളിലോ ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള UN കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട രാജ്യങ്ങളാണ് ഇസ്രായേലും റഷ്യയും. എന്താ കാരണം നിങ്ങൾക്കറിയില്ല? 2026 മെയിലെ യുദ്ധങ്ങളിലും സായുധ സംഘർഷങ്ങളിലും ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള UN കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട രാജ്യങ്ങളാണ് ഇസ്രായേൽ ആൻഡ് റഷ്യ. 2026 മെയില് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് സിക്കിമാണ്. 2026 മെയില് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് സിക്കിം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് UN സമാധാന സേനാംഗങ്ങൾക്കുള്ള ഉയർന്ന ബഹുമതിയായ ഡാഗ് ഹാമർഷോൾഡ് മെഡൽ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച ഇന്ത്യൻ സൈനികരാണ് ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗ്, നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാന. UN സമാധാന സേനാംഗങ്ങൾക്കുള്ള ഉയർന്ന ബഹുമതിയായ ഡാഗ് ഹാമർഷോൾഡ് മെഡൽ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ച ഇന്ത്യൻ സൈനികരാണ് ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗും നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാനമാണ്. സെനഗലിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് അഹമ്മദോ അൽ അമിനോ ലോ. അഹമ്മദോ അൽ അമിനോ ലോ എന്നുള്ളത് സെനഗലിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ്. അഹമ്മദോ അൽ അമിനോ ലോ. ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിനോ ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിനോ ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിനോ ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിനോ ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിനോ ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിനോ ആതിഥ്യം വഹിക്കുന്നത് അത് ഇന്ത്യയാണ്. 2027 മെയിൽ നടക്കുന്ന ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചണ്ഡീഗഡും 2028 ജനുവരിയിൽ
ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭുവനേശ്വറിലാണ്. ഏഷ്യൻ ഇൻഡോർ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഭുവനേശ്വറിലും ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായിട്ടാണ് ചണ്ഡീഗഡ് കേട്ടോ. റിലേ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചണ്ഡീഗഡും ഇൻഡോർ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണെങ്കിൽ ഭുവനേശ്വറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അന്തരിച്ച മുൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ സെക്രട്ടറി ജനറലാണ് രാജ രൺധീർ സിംഗ്. അന്തരിച്ച മുൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറലാണ് രാജ രൺധീർ സിംഗ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ ആദ്യമായിട്ട് സ്വർണ്ണം നേടിയ താരമാണ് രാജ രൺധീർ സിംഗ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ താരമാണ് രാജ രൺധീർ സിംഗ് ആണ് അന്തരിച്ചത്. അർജുന അവാർഡ് ലഭിച്ച വർഷം 1979 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ അധ്യക്ഷൻ കൂടിയാണ് രാജ രൺധീർ സിംഗ്. എന്തൊക്കെ പോയിന്റ് പഠിച്ചത്? അന്തരിച്ച മുൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ സെക്രട്ടറി ജനറലാണ് രാജ രൺധീർ സിംഗ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ താരമാണ് രാജ രൺധീർ സിംഗ്. അർജുന അവാർഡ് ലഭിച്ച വർഷം 1979 ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ അധ്യക്ഷനാണ് രാജ രൺധീർ സിംഗ്. ഓക്കെ, ഇനി മെയ് 31 ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നോക്കാം. അടുത്തിടെ അന്തരിച്ച മുൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് TU കുരുവിള. അടുത്തിടെ അന്തരിച്ച മുൻ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് TU കുരുവിള. പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം നേടിയ സംസ്ഥാന പോലീസാണ് സിക്കിം പോലീസ്. പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം നേടിയ സംസ്ഥാന പോലീസ് ഏതാണ്? അത് സിക്കിം പോലീസാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച നഗരസഭയാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച നഗരസഭ ഏതാണ്? മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ദേശീയ അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യന്മാരായത് കേരളമാണ്. ദേശീയ അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യന്മാരായത് കേരളം. 2026 യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് PSG ആണ്. 2026 യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് PSG ആണ്. ഫൈനലിലെ വേദി എവിടെയാണ്? അത് പുസ്കാസ് അരീനയാണ് ഫൈനലിലെ വേദി. 2026 യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് PSG ആണ്. തുടർച്ചയായി 2ാം തവണയും IPL ജേതാക്കളായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, RCB ബാംഗ്ലൂരാണ്. തുടർച്ചയായി 2ാം തവണയും IPL ജേതാക്കളായത്. തോൽപ്പിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് തോൽപ്പിച്ചത്. വേദി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് IPLന്റെ വേദി. ഫൈനൽ നിയന്ത്രിച്ച അമ്പയർമാരിൽ ഉൾപ്പെട്ട മുൻ കേരള ടീം ക്യാപ്റ്റനാണ് അനന്തപത്മനാഭൻ. ഫൈനൽ നിയന്ത്രിച്ച അമ്പയർമാരിൽ ഉൾപ്പെട്ട മുൻ കേരള ടീം ക്യാപ്റ്റനാണ് അനന്തപത്മനാഭൻ. ഓഹരി വിപണി മൂല്യത്തിൽ ഇന്ത്യയെ മറികടന്ന് ലോകത്തെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യമാണ് തായ്വാൻ. ഓഹരി വിപണി മൂല്യത്തിൽ ഇന്ത്യയെ മറികടന്ന് ലോകത്തെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം തന്നെ അത് തായ്വാനാണ്. അടുത്തിടെ റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്ന് തകർന്നു വീണ നാറ്റോ അംഗരാജ്യമാണ് റൊമാനിയ. അടുത്തിടെ റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്ന് തകർന്നു വീണ നാറ്റോ അംഗരാജ്യമാണ് അത് റൊമാനിയയിലാണ്. ഓഹരി വിപണി മൂല്യത്തിൽ ഇന്ത്യയെ മറികടന്ന് ലോകത്തിലെ 5ാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യമാണ് തായ്വാന്. അപ്പൊ 1ാം സ്ഥാനം ഏതായിരുന്നു? അമേരിക്കയാണ്. 2ാം സ്ഥാനം ചൈന കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 6ാം സ്ഥാനമാണ്. അടുത്തിടെ റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്ന് തകർന്നു വീണ നാറ്റോ അംഗരാജ്യമാണ് റൊമാനിയ. മഹാരാഷ്ട്രയിലെ സാവന്തവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ലോകമാന്യ മധുദന്തവതെ റെയിൽവേ ടെർമിനൽസ്. സാവന്തവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ലോകമാന്യ മധുദന്തവതി റെയിൽവേ ടെർമിനൽസ്. അടുത്തിടെ അന്തരിച്ച ആധുനിക ഉറുദു ഗസലുകളെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉറുദു കവിയാണ് ബഷീർ ബദർ. അടുത്തിടെ അന്തരിച്ച ആധുനിക ഉറുദു ഗസലുകളെ ജനകീയമാക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച ഉറുദു കവിയാണ് ബഷീർ ബദറാണ്. അദ്ദേഹത്തിന്റെ പത്മശ്രീ ലഭിച്ച വർഷം 99. 1999 2 അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 99 ലഭിച്ചിട്ടുണ്ട്. അത് എന്താണ് പേര്? ഈ അടുത്ത് അന്തരിച്ച ഉറുദു ഗസലുകളെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉറുദു കവിയാണ് ബഷീർ ബദർ. അദ്ദേഹത്തിന് പത്മശ്രീയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1999. കവിതാ സമാഹാരമാണ് ആസ്മാൻ അന്യറാണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം. സാധാരണക്കാർക്ക് സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മേയർ കെയർ പദ്ധതി. ഏത് ജില്ലയിലാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ പദ്ധതിയാണ് മേയർ കെയർ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച നഗരസഭയാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. പ്രസിഡന്റ് പോലീസ് കളർ പുരസ്കാരം നേടിയ സംസ്ഥാന പോലീസ് ഏതാ? അത് സിക്കിം പോലീസാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് കിട്ടൂല്ലേ? മെയ് 31 പ്രത്യേകത എന്തായിരുന്നു? ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. 2026 തീമാണ് ടൊബാക്കോ എ ത്രെറ്റ് ടു ഡെവലപ്മെന്റ് ആണ് 2026 തീം. അടുത്തിടെ വിക്ഷേപണത്തറയിൽ പൊട്ടിത്തെറിച്ച ബ്ലൂ ഒറിജിനെ വികസിപ്പിച്ച റോക്കറ്റിന്റെ പേരാണ് ന്യൂ ഗ്ലെൻ. മേയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മ്യാൻമാറിന്റെ പ്രസിഡന്റാണ് മിൻ ഓങ് ഫ്ലൈയിങ്.
സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം ഹൈക്കോടതികളിൽ വാദം പൂർത്തിയായ സാധാരണ കേസുകളിൽ വിധി പ്രസ്താവിക്കാനുള്ള പരമാവധി സമയം 3 മാസമാണ്. സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം ഹൈക്കോടതിയിലെ വാദം പൂർത്തിയായ സാധാരണ കേസുകളിൽ വിധി പ്രസ്താവിക്കാനുള്ള പരമാവധി സമയം 3 മാസമാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് നിലൻ എ ശ്രീജിത്താണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയത് നിലൻ എ ശ്രീജിത്താണ്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാനായിട്ട് കേന്ദ്ര ഭരണപരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പും ഭാഷിനിയും സംയുക്തമായിട്ട് പുറത്തിറക്കിയ AI അധിഷ്ഠിത വോയിസ് ചാറ്റ്ബോട്ടിന്റെ പേരാണ് സമാധാൻ ദീദി. എന്താണ്? പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പരാതികൾ എളുപ്പത്തിൽ ഫയൽ ചെയ്യാനായിട്ട് കേന്ദ്ര ഭരണപരിഷ്കാര പൊതുപരാതി പരിഹാര വകുപ്പും ഭാഷിനിയും സംയുക്തമായിട്ട് പുറത്തിറക്കിയ AI അധിഷ്ഠിത വോയിസ് ചാറ്റ്ബോട്ടിന്റെ പേരാണ് സമാധാൻ ദീദി. കേന്ദ്ര ഭരണപരിഷ്കാര പരാതി പരിഹാര വകുപ്പാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിലെ ആസ്ഥാനമായ ഇൻഡി ഫെസ്റ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 2026 ഔദ്യോഗിക സെലക്ഷനിലും മികച്ച ഇന്റർനാഷണൽ പരീക്ഷണ ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ മലയാള ഹ്രസ്വചിത്രമാണ് മെയ്ഡ് ഇൻ. രചനയും സംവിധാനം നിർവഹിച്ചത് രാജേഷ് പുത്തൻപുരയിലാണ് സംവിധാനം നിർവഹിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത കെട്ടിടാനുമതി സംവിധാനം ആരംഭിച്ച നഗരസഭയാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. അടുത്തിടെ റഷ്യൻ ഡ്രോൺ അതിർത്തി കടന്ന് തകർന്നു വീണ നാറ്റോ അംഗരാജ്യം അത് റൊമാനിയയാണ്. സാധാരണക്കാർക്ക് സഹായം ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താ? മേയർ കെയർ. ഇത്രയാണ് മെയ് മാസത്തെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.